ബീഹാറിലെ തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിലേക്ക് രാഹുൽ ഗാന്ധിയെ കാണുന്നില്ലെന്ന് ദേശീയ മാധ്യമങ്ങളൊക്കെ കഴിഞ്ഞ ദിവസങ്ങളിൽ വലിയ വാർത്തയാക്കുമ്പോൾ രാഹുൽ ഗാന്ധി കേരളത്തിലെ കോൺഗ്രസിലെ തമ്മിൽത്തല്ല് പരിഹരിച്ചു നടക്കേണ്ട അവസ്ഥയിലാണ്. തദ്ദേശ തിരഞ്ഞെടുപ്പിന് പിന്നാലെ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മാസങ്ങൾ മാത്രമുള്ള കേരളത്തിൽ പതിവുപോലെ കോൺഗ്രസ് ഗ്രൂപ്പുകളി തുടങ്ങിയിട്ടുണ്ട്. മുഖ്യമന്ത്രി കസേരയ്ക്ക് മൂപ്പിളമ തർക്കവും അവകാശവാദവും തെരഞ്ഞെടുപ്പിന് മുമ്പേ ഉണ്ടായി കഴിഞ്ഞു. KPCC പ്രസിഡന്റും പ്രതിപക്ഷ നേതാവും തമ്മിലുള്ള ഉടക്കും, കെ സുധാകരൻ ഉണ്ടാക്കുന്ന പൊല്ലാപ്പും, കെ മുരളീധരന്റെ പിണക്കവും, യൂത്ത് കോൺഗ്രസ് തലത്തിലുള്ള ഷാഫി പറമ്പിലിന്റെ മലബാർ ശക്തിപ്പെടലും, KC വേണുഗോപാലിനൊപ്പമുള്ള T സിദ്ദിഖിന്റെ നീക്കവും ആകെ മൊത്തത്തിൽ വല്ലാത്ത പൂരപ്പറമ്പാണ് KPCC. ഡൽഹിയിൽ കേരളത്തിന്റെ ചുമതലയുള്ള ദീപാദാസ് മുൻഷി കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയ്ക്കും സോണിയാഗാന്ധിക്കും രാഹുൽ ഗാന്ധിക്കും എല്ലാം തന്നെ നാളുകൾക്ക് മുമ്പേ ഇവിടുത്തെ ചക്ലത്തിപ്പോരിന്റെ കഥകൾ നൽകി കഴിഞ്ഞതാണ്. തിരഞ്ഞെടുപ്പ് എടുത്തിട്ടും പാർട്ടിക്കുള്ളിൽ പ്രബലരാകാൻ പരസ്പരം ചെളിവാരി എറിയുന്ന നേതാക്കൾ കേരളത്തിൽ നിലവിലുള്ള ഭരണവിരുദ്ധ വികാരത്തെ ഉപയോഗപ്പെടുത്തുന്നതിനപ്പുറം ഗ്രൂപ്പുകളി കളിക്കുന്നതിൽ ഹൈക്കമാൻഡിന് നല്ല എതിർപ്പുണ്ട് താനും. കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയും ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയും സംസ്ഥാന നേതാക്കളുമായി അടച്ചിട്ട മുറിയിൽ നേരിട്ടുള്ള കൂടിക്കാഴ്ച നടത്തിയത് സംഘടനാ ചുമതലയുള്ള ACC ജനറൽ സെക്രട്ടറി KC വേണുഗോപാലിനെയും കേരളത്തിന്റെ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷിയെയും പുറത്തിരുത്തിയാണ്. കേരളത്തിലെ പ്രശ്നം പാർട്ടി ജയിക്കും മുമ്പേ ചിലർ മുഖ്യമന്ത്രിയാകാൻ മത്സരിക്കുന്നതാണെന്നും മുതിർന്ന നേതാക്കളിൽ ചിലർ അനൈക്യത്തിന് തുടക്കമിടുന്നെന്നുമെല്ലാം കെ സുധാകരൻ യോഗത്തിലും പുറത്ത് മാധ്യമങ്ങൾക്ക് മുന്നിലും പറഞ്ഞ് തമ്മിൽത്തല്ലിന്റെ കാര്യത്തിൽ സ്ഥിരീകരണം നൽകിയിട്ടുണ്ട്. പ്രതിപക്ഷ നേതാവ് VD സതീശനും KPCC പ്രസിഡന്റ് സണ്ണി ജോസഫും തമ്മിലുള്ള സ്വരച്ചേർച്ചയില്ലായ്മയും KPCC പുറസംഘടനയിലെ അതൃപ്തിയുമെല്ലാം കോൺഗ്രസ് ഹൈക്കമാൻഡിന് തലവേദനയായി മാറിയിട്ട് കാലം കുറച്ചായി. KPCC യോഗങ്ങളിൽ പങ്കെടുക്കാതെ ജനറൽ സെക്രട്ടറിമാരുടെ നിയമനത്തിൽ കൊമ്പുകോർത്ത VD സതീശൻ KPCC അധ്യക്ഷന്റെ ആലോചനയില്ലായ്മയെയും ഏകപക്ഷീയ തീരുമാനങ്ങളെയും നേതൃത്വത്തിന് മുന്നിൽ തുറന്നുകാട്ടിയിട്ടുണ്ട്. രമേശ് ചെന്നിത്തലയും K മുരളീധരനും സംസ്ഥാന നേതൃത്വത്തോട് അതൃപ്തിയുണ്ട്. എല്ലാവരെയും ഒറ്റയ്ക്കൊറ്റയ്ക്കിരുത്തിയും പിന്നീട് ഒരുമിച്ചിരുത്തിയും മര്യാദയ്ക്ക് മുന്നോട്ട് പോകണമെന്ന താക്കീതും ദേശീയ നേതൃത്വം നൽകിയിട്ടുണ്ട്. KPCC പുനഃസംഘടനയിലെ ജംബോ ഭാരവാഹി പട്ടികയിലെ അതൃപ്തി പ്രബലമാണെന്ന് കണ്ടതോടെ തിരഞ്ഞെടുപ്പ് കാര്യങ്ങളിൽ ഒരു കോർ കമ്മിറ്റി അങ്ങ് തീരുമാനിക്കുകയും ചെയ്തു ദേശീയ നേതൃത്വം. തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പ് സംബന്ധിച്ച സുപ്രധാന തീരുമാനങ്ങൾ എടുക്കാനാണ് കോർ കമ്മിറ്റിയെ നിയമിച്ചത്. ഹൈക്കമാൻഡിന്റെ അടിയന്തര യോഗത്തിൽ പങ്കെടുത്ത എല്ലാവരും ഈ കോർ കമ്മിറ്റിയിൽ ഉണ്ടാകുമെന്നതാണ് ശ്രദ്ധേയം. വിമർശിച്ചവരും തമ്മിൽ തല്ലിയവരും എല്ലാം ചേർന്നൊരു കോർ കമ്മിറ്റി. ചുരുക്കി പറഞ്ഞാൽ അതൃപ്തിയുള്ള ഔദ്യോഗിക സംഘടനാ കമ്മിറ്റിക്ക് മുകളിൽ തിരഞ്ഞെടുപ്പ് പ്രമാണിച്ച ഒരു കോർ കമ്മിറ്റി ദേശീയ നേതൃത്വം രൂപപ്പെടുത്തിയെടുത്തിരിക്കുന്നു. വിജയത്തിന് നല്ല സാധ്യതയുണ്ടെന്ന് കരുതുന്ന ഇടത്ത് തമ്മിൽ തല്ലി എല്ലാം നശിപ്പിക്കുമോ എന്ന ആശങ്ക ദേശീയ നേതൃത്വത്തിനുമുണ്ടാകും. അതിനാൽ ഇനി ഇത്തരത്തിലുള്ള ഗ്രൂപ്പുകളുമായി നിൽക്കാതെ തിരഞ്ഞെടുപ്പിന് വേണ്ടി പ്രവർത്തിക്കാനാണ് ACCയുടെ അന്ത്യശാസനം. മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി ഇല്ലാതെ തിരഞ്ഞെടുപ്പിൽ മത്സരിച്ചാൽ മതിയെന്നും അതുകൊണ്ട് കൂടുതൽ ചരടുവലി വേണ്ടെന്നും ഹൈക്കമാൻഡ് നയം വ്യക്തമാക്കുകയും ചെയ്തു. ഗ്രൂപ്പ് നോക്കി അനുയായികൾക്ക് സീറ്റ് കൊടുക്കുന്ന രീതി വേണ്ടെന്നും വിജയം നോക്കി മാത്രം സ്ഥാനാർത്ഥി നിർണയം മതിയെന്നും എല്ലാം ഹൈക്കമാൻഡ് പറഞ്ഞിട്ടുണ്ട്. സ്വന്തം പ്രതിച്ഛായ നിർമ്മിതിയിൽ മാത്രമാണ് നേതാക്കൾ കൂടുതൽ ശ്രദ്ധയെന്നും നേതൃത്വം തുറന്നടിക്കുകയും ചെയ്തു. താഴെത്തട്ടിൽ പ്രവർത്തിക്കാനുള്ള മടിയും ഹൈക്കമാൻഡ് ചോദ്യം ചെയ്തിട്ടുണ്ട്. കൂട്ടായ നേതൃത്വം എന്നതൊന്നും കേരളത്തിന് നടപ്പില്ലെന്നറിയാമെങ്കിലും കാര്യങ്ങൾ ഏകോപിപ്പിക്കാനും തിരഞ്ഞെടുപ്പിന് തയ്യാറാവാനും കോർ കമ്മിറ്റി കൊണ്ടൊരു ഇടപെടൽ നടത്തി തമ്മിൽ തെല്ലുന്നവരെ എല്ലാവരെയും അനുനയിപ്പിച്ചൊരു ബോക്സിലാക്കി തെരഞ്ഞെടുപ്പിനായി തയ്യാറാക്കിയ ഹൈക്കമാൻഡ് ഇതൊരു പണ്ടോറ ബോക്സ് ആകുമോ എന്ന് നോക്കിയിരിക്കുകയാണ്.